ഗുഡ് മോർണിംഗ് ഓൾ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിസ്റ്ററി ഓഫ് മാത്തമാറ്റിക്സ് ആണ്. നമുക്കറിയാം മാത്തമാറ്റിക്സ് എന്ന സബ്ജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഡിസിപ്ലിൻ പെട്ടെന്നൊരു ദിവസം ഉത്ഭവിച്ചതല്ല. ഒരു ലോങ് ജേർണിയിൽ കൂടെ പാസ് ചെയ്തിട്ടാണ് ആ ഒരു സബ്ജക്റ്റ് ഇന്ന് കാണുന്ന രീതിയിൽ വളർച്ച പ്രാപിച്ചിരിക്കുന്നത്. സോ മാത്തമാറ്റിക്സ് എന്ന സബ്ജക്റ്റിൻ്റെ ഒറിജിനും എവല്യൂഷനും എപ്രകാരമായിരുന്നു എന്നാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മാത്തമാറ്റിക്സിൻ്റെ ഹിസ്റ്ററി മനുഷ്യൻ്റെ ഹിസ്റ്ററി പോലെ തന്നെ അത്രയും പഴക്കമുള്ളതാണ്. കാരണം മനുഷ്യൻ തൻ്റെ ഡെയിലി ലൈഫ് കൂടുതൽ ഈസി ആക്കുവാൻ വേണ്ടി അവന് ചുറ്റുമുള്ള കാര്യങ്ങളെ അവൻ ഒബ്സർവ് ചെയ്ത് അത് നോട്ട് ചെയ്യാൻ തുടങ്ങി. അതിലെല്ലാം മാത്സിൻ്റെ ബേസ് ഐഡിയാസ് ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് പല സമയങ്ങളായിട്ട് പല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടാണ് മാത്തമാറ്റിക്സ് ഇന്ന് കാണുന്ന രീതിയിൽ ഒരു സ്ട്രോങ് ഫീൽഡായിട്ട് അല്ലെങ്കിൽ സ്ട്രോങ് ഏരിയ ആയിട്ട് മാറിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഹിസ്റ്ററി എപ്രകാരമായിരുന്നു എന്നാണ് നമ്മൾ ഈ ഒരു സെഷനിൽ മെയിനായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ഹിസ്റ്ററി ഓഫ് മാത്തമാറ്റിക്സിനെ 8 പീരീഡായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് പീരീഡ് വന്നിരിക്കുന്നത് പീരീഡ് ഓഫ് ആൻഷ്യൻ ഈജിപ്ഷ്യൻസ് ബാബിലോണിയൻസ്. സെക്കൻഡ് പീരീഡ് ഗ്രീക്ക് ആൻഡ് റോമൻ പീരീഡാണ്, വിച്ച് ഇസ് ഫ്രം 600 BC to 500 AD ആണ്. ദെൻ തേർഡ് വൺ മിഡിൽ ഏജ് ആണ്. അതെന്ന് പറയുന്നത് 500 AD തൊട്ട് 1440 AD വരെയാണ്. പിന്നെ റെനൈസൻസ് പീരീഡാണ്, അത് 15th and 16th സെഞ്ച്വറിയാണ്. പിന്നെ 17th സെഞ്ച്വറി, 18th സെഞ്ച്വറി, 19th സെഞ്ച്വറി ആൻഡ് ലാസ്റ്റ് 20th സെഞ്ച്വറി. ഇങ്ങനെ 8 പീരീഡിലായിട്ടാണ് നമ്മൾ ഹിസ്റ്ററി ഓഫ് മാത്തമാറ്റിക്സിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോ പീരീഡിലും എങ്ങനെയായിരുന്നു ആ ഒരു സബ്ജക്റ്റ് ഇവോൾവ് ചെയ്ത് വന്നിരിക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ആദ്യത്തെ പീരീഡ് എന്ന് പറയുന്നത് ആൻഷ്യൻ ഈജിപ്ഷ്യൻ ആൻഡ് ബാബിലോണിയൻ ആണ്. അപ്പോൾ അതിലാദ്യത്തെ സെഷൻ നമുക്ക് നോക്കാം, ആൻഷ്യൻ സിവിലൈസേഷൻ. ആ ഒരു പീരീഡിൽ എങ്ങനെയാണ് മാത്തമാറ്റിക്സ് സബ്ജക്റ്റ് ഡെവലപ്പ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. മെത്തേഡ്സ് ഫോർ കൗണ്ടിങ് ആൻഡ് റെക്കോർഡിങ് ഇൻഫർമേഷൻ. നമ്മൾ പറഞ്ഞു ആദ്യം മനുഷ്യൻ തൻ്റെ ഡെയിലി ലൈഫ് ഈസിയാക്കാൻ വേണ്ടിയിട്ടാണ് ബേസ് ഐഡിയാസൊക്കെ ഫോം ചെയ്തത്. അപ്പോൾ ആ ഒരു സമയത്ത് ഏറ്റവും അത്യാവശ്യമായി വേണ്ടി വന്നത് കൗണ്ടിങ് ആയിരുന്നു. അവരുടെ കയ്യിലുള്ള സാധനങ്ങളെ അല്ലെങ്കിൽ ഐറ്റംസിനെ അവർക്ക് അതിൻ്റെ ക്വാണ്ടിറ്റി റെപ്രസെൻറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വന്നപ്പം കൗണ്ടിങ് എന്നുള്ളൊരു കൺസെപ്റ്റ് അവിടെ വന്നു. അപ്പോൾ ആ ഒരു സമയത്താണ്, അപ്പോൾ ആ ഒരു ആൻഷ്യൻ സിവിലൈസേഷൻ്റെ പീരീഡിലാണ് കൗണ്ടിങ്ങും അതുപോലെ തന്നെ ഇൻഫർമേഷൻ റെക്കോർഡ് ചെയ്യാനും സ്റ്റാർട്ട് ചെയ്തത്. കൗണ്ടിങ് ഇന്ന് കാണുന്ന രീതിയിലല്ലെങ്കിൽ കൂടി അവരുടേതായ രീതിയിൽ ഒരു ബേസ് ഫോമാറ്റിൽ അവർ ഫോം ചെയ്തു. അതുപോലെ തന്നെ ഇൻഫർമേഷൻ റെക്കോർഡ് ചെയ്യാൻ അവർ ചെയ്തിരുന്നത് എന്ന് വെച്ചാൽ പാറകളിലും അല്ലെങ്കിൽ മരത്തിലൊക്കെ അവർ കൂർത്ത എന്തെങ്കിലും ആയുധങ്ങൾ ഉപയോഗിച്ച് ഇങ്ങനെ ടാലി മാർക്കുകൾ ഫോം ചെയ്യാൻ തുടങ്ങി. അതൊക്കെയായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ അവർ ഇൻഫർമേഷൻ റെക്കോർഡ് ചെയ്യാൻ യൂസ് ചെയ്ത മെത്തേഡുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഫിഗർ കൊടുത്തിരിക്കുന്നത് അവർ ഇൻഫർമേഷൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ആദ്യത്തേതായാലും ഇൻഫർമേഷൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്ത കുറച്ച് മെത്തേഡ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മെയിനായിട്ടും ഇങ്ങനെ പാറകളിൽ മാർക്ക് ചെയ്ത് വെച്ചു. അല്ലെങ്കിൽ പിന്നെ അവർ യൂസ് ചെയ്ത മറ്റൊരു മെത്തേഡാണ് കയറിൽ റോപ്പിൽ കെട്ട്, ഇങ്ങനെ ഓരോ കെട്ടുകൾ, അപ്പോൾ ഓരോ കെട്ടും ഓരോ നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ലെബോംബോ ബോണാണ്. അതൊരു അനിമൽ ബോണാണ്. അതിലവർ 29 നോട്ട്സ് അവർ മാർക്ക് ചെയ്തിരുന്നു. ഓക്കെ, ആ ഒരു ബോണാണ് അവിടെ കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് ഇമേജ്. അതിൽ കൊടുത്തിരിക്കുന്ന ആദ്യത്തെ ബോൺ എന്ന് പറയുന്നത് ലെബോംബോ ബോണും സെക്കൻഡ് ബോൺ എന്ന് പറയുന്നത് ഇഷാങ്കോ ബോണുമാണ്. അതായത് ആദ്യ കാലഘട്ടങ്ങളിൽ മനുഷ്യൻ നമ്പേഴ്സ് ടാലി മാർക്സ് യൂസ് ചെയ്തിട്ടാണ് നോട്ട് ചെയ്തിരുന്നത്. അപ്പോൾ അതിനവർ യൂസ് ചെയ്ത 2 മീഡിയം എന്ന് പറയുന്നത് ബോണാണ്. അവർ ഹണ്ട് ചെയ്ത് കൊണ്ടുവരുന്ന ആനിമൽസിൻ്റെ ബോൺ അവരെന്തായിട്ട് യൂസ് ചെയ്തു, അവർക്ക് എഴുതാനും അവരുടെ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് വെക്കാനുള്ളൊരു മീഡിയമായിട്ട് അവർ യൂസ് ചെയ്തു. അപ്പോൾ അതാണ് ആ കൊടുത്തിരിക്കുന്ന ഇമേജസ് എന്ന് പറയുന്നത്. അതായത് ഇൻഫർമേഷൻ റെക്കോർഡ് ചെയ്യാനും കൗണ്ട് ചെയ്യാനും ഒക്കെ അവർ യൂസ് ചെയ്ത ആദ്യ കാലഘട്ടങ്ങളിൽ മനുഷ്യൻ യൂസ് ചെയ്ത മെത്തേഡ്സാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് മെയിനായിട്ടും ആൻഷ്യൻ സിവിലൈസേഷനിൽ വന്നൊരു ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്, ഒരു ഫോർമേഷൻ എന്ന് പറയുന്നത്. പിന്നീടാണ് എലമെൻ്ററി നമ്പർ സിസ്റ്റം. അതായത് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന കൗണ്ടിങ്ങിൽ നാച്ചുറൽ നമ്പേഴ്സ് കൗണ്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്പേഴ്സ് എന്തൊക്കെ 1 2 3 4 എക്സെട്ര എന്ന് പറയുന്നത്. അപ്പോൾ ആ നമ്പേഴ്സിന് ഒരു ബേസ് ഐഡിയ ഫോം ചെയ്തൊരു ഈ ഒരു സമയത്താണ്. അതുപോലെ തന്നെ ഡെവലപ്ഡ് കലണ്ടർ സിസ്റ്റം ഓഫ് വെയ്റ്റ്സ് ആൻഡ് മെഷർ. ഡേ ആൻഡ് നൈറ്റ് ഇങ്ങനെ മാറി മാറി വരുന്നത് അവർ ഒബ്സർവ് ചെയ്തപ്പം അതിന് റെക്കോർഡ് ചെയ്യാൻ അവരെന്ത് യൂസ് ചെയ്തു, കലണ്ടർ ഫോം ചെയ്തു. അത് ഇന്ന് കാണുന്ന രീതിയിൽ അത്ര ഡെവലപ്ഡ് അല്ല എങ്കിൽ കൂടി അതിനൊരു ബേസ് ഫോമാറ്റിൽ കലണ്ടർ ഫോം ചെയ്തു. അതുപോലെ തന്നെ വെയ്റ്റ്സും മെഷർമെൻറ്റ്സും ഒക്കെ യൂസ് ചെയ്ത് തുടങ്ങിയത് ഏത് കാലഘട്ടത്തിലായിരുന്നു, ഈ ഒരു ആൻഷ്യൻ പീരീഡിലായിരുന്നു. ഇനി രണ്ടാമത്തെ പീരീഡാണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത്.
ഈ ഒരു ഈജിപ്ഷ്യൻ പീരീഡിൽ മെയിനായിട്ട് നമുക്കറിയാം ഈജിപ്ത് എന്ന് പറയുന്നത് ഫേമസ് ഫോർ ദ പിരമിഡ്സ് അല്ലെ, പിരമിഡ്സിനും അവിടുത്തെ മോണുമെൻറ്റ്സിനും ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണിത് ഈജിപ്ത് എന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് മാത്തമാറ്റിക്സിലുണ്ടായ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ജോമെട്രി എന്നുള്ള ബ്രാഞ്ച് ഒറിജിനേറ്റ് ചെയ്തത് ഈ ഒരു ടൈമിലാണ്. കാരണം ജോമെട്രി എന്ന് പറയുന്നത് ഷേപ്സും സ്ട്രക്ചേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബ്രാഞ്ചാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഈ പിരമിഡ്സിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ലാൻഡ് സർവേ ചെയ്യാനൊക്കെ ജോമെട്രി അത്യാവശ്യമായിട്ട് വന്നു. അതായത് ഷേപ്സ് കൺസ്ട്രക്ട് ചെയ്യാം, അതിൻ്റെ മെഷർമെൻറ്റ്സ് എടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്താണ് ജോമെട്രി എന്നുള്ളൊരു ഫീൽഡ് എസ്റ്റാബ്ലിഷ് ആവണതും അത് ഡെവലപ്പ് ആവണതും. അതുപോലെ തന്നെ ദേ യൂസ്ഡ് ഫ്രാക്ഷൻസ്. എലമെൻ്ററി നമ്പർ സിസ്റ്റം ആൻഷ്യൻ്റ് സിവിലൈസേഷൻ്റെ ടൈമിൽ നമ്മൾ യൂസ് ചെയ്തിരുന്നു. അത് പിന്നീട് ഫ്രാക്ഷൻസ് കൂടി, അതായത് നമ്പേഴ്സ് 1, 2, 3 മാത്രമല്ല, അതിനിടയിൽ നമുക്ക് നമ്പേഴ്സിൻ്റെ ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഫ്രാക്ഷൻസിന് യൂസേജ് വന്നു തുടങ്ങിയത് ഈ ഒരു സമയത്താണ്. അതുപോലെ തന്നെ ഡെസിമൽ നമ്പർ സിസ്റ്റം, അതായത് 10 നമ്പേഴ്സ് ബേസ് ആയിട്ടുള്ള നമ്പർ സിസ്റ്റം ഫോം ചെയ്തിരിക്കുന്നത് ഈജിപ്ഷ്യൻ സിവിലൈസേഷനിലാണ്. ഈജിപ്ഷ്യൻസ് യൂസ് ചെയ്തൊരു ന്യൂമറിക്കൽ മെത്തേഡ്സാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ പറഞ്ഞു നമ്പേഴ്സ് അവർ പല രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്തു. ടാലി മാർക്സ് ആയിട്ടാണ് ആദ്യ കാലഘട്ടങ്ങളിൽ ചെയ്തിരുന്നത്. പിന്നീട് വലിയ വലിയ നമ്പേഴ്സൊക്കെ വരുമ്പോൾ ടാലി മാർക്സ് അത്ര പോസിബിൾ ആയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓരോ നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യാനും ഓരോ സിമ്പിൾസ് യൂസ് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഈജിപ്ഷ്യൻസ് യൂസ് ചെയ്ത കുറച്ച് നമ്പേഴ്സിൻ്റെ സിമ്പിൾസാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അടുത്തൊരു സിവിലൈസേഷൻ ബാബിലോണിയൻ സിവിലൈസേഷൻ. ആ ഒരു പീരീഡിൽ ആ ഒരു സിവിലൈസേഷനിൽ എങ്ങനെയാണ് മാത്സിൻ്റെ ഡെവലപ്മെൻറ്റ് ഉണ്ടായെന്ന് നോക്കാം. ഫ്ലെക്സിബിൾ ടെക്നിക്സ് ഫോർ ഡീലിംഗ് ഫ്രാക്ഷൻസ്. ഈജിപ്ഷ്യൻസ് ഫ്രാക്ഷൻസ് യൂസ് ചെയ്ത് തുടങ്ങി. അതിൻ്റെ ഓപ്പറേഷൻസ്, അത് അഡീഷൻ ആയിരിക്കും, സബ്ട്രാക്ഷൻ ആയിരിക്കും, അത്തരം ഓപ്പറേഷൻസ് ഒക്കെ വന്നു തുടങ്ങിയത് ബാബിലോണിയൻ സിവിലൈസേഷനിലാണ്. ദേ ഇൻട്രൊഡ്യൂസ്ഡ് പൊസിഷണൽ നൊട്ടേഷൻ. ഓരോ നമ്പറിനും പൊസിഷണൽ വാല്യൂസ് ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ആ ഒരു പൊസിഷണൽ വാല്യൂസൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ബാബിലോണിയൻസ് ആണ്. ദേ ഹാഡ് നോളജ് ഓഫ് റെസിപ്രോക്കൽ. കൗണ്ടിങ്ങിന് യൂസ് ചെയ്യുന്ന നമ്പേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ എലമെൻ്ററി നമ്പർ സിസ്റ്റത്തിലെ നമ്പേഴ്സിന് റെസിപ്രോക്കൽ ഉണ്ട് എന്നൊരു കൺസെപ്റ്റ് വന്നത് ഈ ഒരു പീരീഡിലാണ്. റെക്കഗ്നൈസ് സീറോ ആസ് എ നമ്പർ. സീറോ എന്നൊരു സീറോയിൻ്റെ കൺസെപ്റ്റ് വന്നത് ഈ ഒരു പീരീഡിലാണ്. കൺസ്ട്രക്റ്റഡ് മാത്തമാറ്റിക്കൽ ടേബിൾസ് ഫോർ മൾട്ടിപ്ലിക്കേഷൻ, സ്ക്വയർ, ക്യൂബ് എക്സെട്ര. അതായത് മൾട്ടിപ്ലിക്കേഷനും സ്ക്വയറിനും ക്യൂബിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ടേബിൾസ് ഫോം ചെയ്തത് ബാബിലോണിയൻസ് ആണ്. ദേ ഡെവലപ്ഡ് ഓൾജിബ്ര. നമ്മൾ പറഞ്ഞു ഈജിപ്ഷ്യൻ പീരീഡിൽ അവർ ജോമെട്രി എന്നുള്ള ബ്രാഞ്ച് ഇവോൾവ് ചെയ്ത് വന്നു. ഇനി ഈ ഒരു ടൈമിലാണ് ഓൾജിബ്ര എന്നുള്ള മാത്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്രാഞ്ച് ഒറിജിനേറ്റ് ചെയ്തത്. മാത്തമാറ്റിക്കലി സുപ്പീരിയർ ടു ഈജിപ്ഷ്യൻസ്. അതായത് ഈജിപ്ഷ്യൻസ് വെച്ച് നോക്കുമ്പോൾ ബാബിലോണിയൻസ് കുറച്ചുകൂടി കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ ഈ ഒരു ഫീൽഡിൽ കൊണ്ടുവന്നത് കൊണ്ട് ബാബിലോണിയൻസിനെയാണ് നമ്മൾ മാത്തമാറ്റിക്കലി സുപ്പീരിയർ ടു ഈജിപ്ഷ്യൻസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അവർ യൂസ് ചെയ്ത മാത്തമാറ്റിക്കൽ ടേബിളാണ് ആ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷന് വേണ്ടി അവർ യൂസ് ചെയ്ത മെത്തേഡ്സൊക്കെയാണ് ആ ഒരു ഇമേജിൽ കൊടുത്തിരിക്കുന്നത്. അടുത്ത പീരീഡാണ് ഗ്രീക്ക് ആൻഡ് റോമൻ പീരീഡ്. ഈ ഒരു ടൈമിൽ ഫേമസ് ആയിട്ടുള്ള മാത്തമാറ്റീഷ്യൻസും അവരുടെ കോൺട്രിബ്യൂഷനും ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ മാത്തമാറ്റീഷ്യനാണ് തേൽസ്. ഹി ബിഗൻസ് ടു പ്രൂവ് തിയറംസ്, ഫൗണ്ടഡ് ഡിഡക്റ്റീവ് പ്രൂഫ്. ഹി എംഫസൈസ്ഡ് ഓൺ പ്രൂഫ് റാദർ ദാൻ ഇൻഡ്യൂഷൻ ഇൻ ജോമെട്രി. അതായത് അതുവരെ മാത്തമാറ്റിക്സിലുണ്ടായ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് അവർ ഒബ്സർവ് ചെയ്ത കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചു. അതിന് പ്രത്യേകിച്ച് എവിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ തെയിൽസാണ് ആദ്യമായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് ഓരോ ഇൻഫോർമേഷനും അല്ലെങ്കിൽ ഓരോ റിസൾട്ടിനും പ്രോപ്പറായിട്ടുള്ള പ്രൂഫ്, പ്രോപ്പറായിട്ടുള്ള എവിഡൻസ് വേണമെന്ന് പറഞ്ഞത് തെയിൽസ് ആയിരുന്നു. അദ്ദേഹമാണ് ഓരോ തിയറംസിനും പ്രൂഫ് കൺസ്ട്രക്ട് ചെയ്ത് തുടങ്ങിയത്. അതുപോലെ തന്നെ ഡിഡക്റ്റീവ് പ്രൂഫ് ഫൗണ്ട് ചെയ്തത് തെയിൽസ് ആയിരുന്നു. ഇൻഡ്യൂഷനേക്കാളും ഉപരി പ്രൂഫിന് ഇമ്പോർട്ടൻസ് കൊടുത്തു തുടങ്ങിയത് തെയിൽസ് ആണ്. ഹി ഫൗണ്ടഡ് ദി ഏർലിയസ്റ്റ് ഗ്രീക്ക് സ്കൂൾ ഫോർ മാത്തമാറ്റിക്സ് ആൻഡ് ഫിലോസഫി. മാത്തമാറ്റിക്സിലും ഫിലോസഫിയിലുള്ള സ്കൂൾസ് സ്റ്റാർട്ട് ചെയ്തത് തെയിൽസ് ആണ്. അടുത്തൊരു മാത്തമാറ്റീഷ്യനാണ് പൈതഗോറസ്. പൈതഗോറസ് ആണ് സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ തന്നെ ഹി റേസ്ഡ് മാത്തമാറ്റിക്സ് ദ ഫീൽഡ് ഓഫ് സയൻസ്. ഇത് സയൻസിൻ്റെ ഒപ്പം തന്നെ മാത്തമാറ്റിക്സിനെ ഉയർത്തിയത് അറിയുന്നു പൈതഗോറസ് ആയിരുന്നു. ഫസ്റ്റ് ഫോർമുലേറ്റ് പ്രൂഫ് ഓഫ് പൈതഗോറിയൻ തിയറം. പൈതഗോറിയൻ തിയറത്തിൻ്റെ ഫസ്റ്റ് പ്രൂഫ് കൊണ്ടുവന്നത് പൈതഗോറസ് ആയിരുന്നു. അടുത്തൊരു മാത്തമാറ്റീഷ്യനാണ് പ്ലേറ്റോ. മെയ്ഡ് ദി റൂൾ ദാറ്റ് ഓൺലി എ റൂളർ ആൻഡ് എ പെയർ ഓഫ് കോമ്പസസ് ആർ നീഡഡ് ഫോർ ജോമെട്രി കൺസ്ട്രക്ഷൻ. അതായത് ഒരു ജോമെട്രി കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഒരു റൂളറും കോമ്പസും മതി എന്ന് പറഞ്ഞത് പ്ലേറ്റോ ആയിരുന്നു. അതുപോലെ തന്നെ യൂക്ലിഡിൻ്റെ ഫാദർ ഓഫ് യൂക്ലിഡിയൻ ജോമെട്രിയാണ് കൺസിഡർ ചെയ്യുന്നത്. തെയിൽസ് കൊണ്ടുവന്ന ഡിഡക്റ്റീവ് പ്രൂഫിന് കുറച്ചും കൂടി സ്ട്രക്ചർ നൽകിയത് യൂക്ലിഡ് ആയിരുന്നു.
അടുത്തൊരു ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഒരു അടുത്തൊരു മാത്തമാറ്റീഷ്യനാണ് ആർക്കിമിഡീസ്. ഹി വർക്ക്ഡ് ഇൻ ദി ഫീൽഡ് ഓഫ് ജോമെട്രി ആൻഡ് അരിത്മെറ്റിക്. ഹി ഫൗണ്ട് ദി പ്രിൻസിപ്പിൾ ഓഫ് ബോയാൻസി. അതായത് നമ്മളൊരു ഒബ്ജക്റ്റ് ഒരു ലിക്വിഡിലിടുമ്പം ആ ഒബ്ജക്റ്റിൽ ആ ലിക്വിഡ് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യും. ആ ഫോഴ്സ് എന്ന് പറയുന്നത് ആ ഒരു ലിക്വിഡിലെ ഒബ്ജക്റ്റ് എടുപ്പം റിമൂവ് ചെയ്ത ലിക്വിഡിൻ്റെ ക്വാണ്ടിറ്റിക്ക് ഈക്വലൻ്റ് ആയിരിക്കും. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ബോയൻസി പറയുന്നത്. അതാണ് ആർക്കിമിഡീസ് ഫൈൻഡ് ചെയ്തൊരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ദെൻ ഹി ഡിസ്കവറീസ് റിഗാർഡിങ് സ്ഫിയർ ആൻഡ് സിലിണ്ടർ. അതായത് സ്ഫിയറും സിലിണ്ടറുമായി റിലേറ്റ് ചെയ്തുള്ള റിസൾട്ടുകൾ കൊണ്ടുവന്ന ആർക്കിമിഡീസ് ആണ്. ഓൾസോ ഹി ഫൗണ്ട് ദി മെത്തേഡ് ഫോർ എക്സോഷൻ ബ്രോട്ട് ടു ദി ഫുൾ മെച്യൂരിറ്റി. അതായത് മെത്തേഡ് ഓഫ് എക്സോഷൻ. മെത്തേഡ് ഓഫ് എക്സോഷൻ പറയുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു ഒരു ഷേപ്പിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, അതായത് നമുക്കറിയാത്തൊരു ഷേപ്പിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ മെത്തേഡായിട്ടാണ് പറയേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ഷേപ്പിൽ നമുക്കറിയാവുന്ന ഏരിയ കണ്ടുപിടിക്കാൻ അറിയാവുന്ന പോളിഗൺസ് കൺസ്ട്രക്ട് ചെയ്യാം, അതിൻ്റെ ഉള്ളിൽ ഇൻസ്ക്രൈബ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ സം ആയിരിക്കും എന്ത് ഈ ഏരിയ ഓഫ് അപ്രോക്സിമേറ്റ് ഏരിയ ആണ് പറയണത്. ആ ഒരു തന്നിരിക്കുന്ന ഫിഗറിൻ്റെ അല്ലെങ്കിൽ നമുക്ക് അൺനോൺ ആയിട്ടുള്ള ഷേപ്പിൻ്റെ ഏരിയ കണ്ടുപിടിക്കേണ്ടത് അത് വെച്ചിട്ടാണ്. അതായത് ഒരു അൺനോൺ ആയിട്ടുള്ള ഒരു ഷേപ്പിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ ഒരു ഷേപ്പിൻ്റെ ഉള്ളിൽ നമുക്ക് അറിയാവുന്ന പോളിഗൺസ് ഇൻസ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ടോട്ടൽ ഷേപ്പിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഇൻസ്ക്രൈബ് ചെയ്ത പോളിഗൺസിൻ്റെ ഏരിയയുടെ സമ്മിനോട് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏതൊരു ഷേപ്പിൻ്റെയും ഏരിയ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് ആർക്കിമിഡീസ് കണ്ടുപിടിച്ചൊരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ദെൻ റിസൾട്ട്സ് റിഗാർഡിംഗ് വോളിയം ആൻഡ് സർഫസ് ഏരിയ ഓഫ് സ്ഫിയർ, ഏരിയ ഓഫ് പാരാബോളിക് സെഗ്മെൻറ്റ്. അതായത് സ്ഫിയറിൻ്റെ വോളിയവും സർഫസ് ഏരിയയും കണ്ടുപിടിക്കാനുള്ള റിസൾട്ടുകൾ കൊണ്ടുവന്ന ആർക്കിമിഡീസ് ആണ്. അതുപോലെ തന്നെ പാരാബോളിക് സെഗ്മെൻറ്റിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഫോർമുല ആരാണ് കൊണ്ടുവന്നത്, ആർക്കിമിഡീസ് ആണ്. ദെൻ അടുത്തൊരു ഫേമസ് മാത്തമാറ്റീഷ്യൻ ആയിരുന്നു ഇറാറ്റോസ്തീനസ്. ഹി വർക്ക്ഡ് ഇൻ നമ്പർ തിയറി ആൻഡ് ജോഗ്രഫി. നമ്മൾ പറഞ്ഞു നമ്പേഴ്സ് കണ്ടുപിടിച്ചു, അതിൻ്റെ ഓപ്പറേഷൻസ് പറഞ്ഞു അല്ലേ. അപ്പോൾ ആ ഒരു നമ്പേഴ്സിന് സ്പെഷ്യലായിട്ട് ഒരു ഫീൽഡാണ് നമ്പർ തിയറി എന്ന് പറയുന്നത്. നമ്പേഴ്സിൻ്റെ അഡീഷനും അതിൻ്റെ ഓപ്പറേഷൻസും അതിൻ്റെ പ്രോപ്പർട്ടീസും പഠിക്കുന്ന ഒരു ഏരിയയാണ് എന്ത്, നമ്പർ തിയറി. അദ്ദേഹമാണ് ഇറാറ്റോസ്തീനസ് ആണ് ആദ്യമായിട്ട് നമ്പർ തിയറിയിൽ വർക്ക് ചെയ്യുന്നത്. അതുപോലെ ജോഗ്രഫി. ദെൻ കാൽക്കുലേഷൻ ഓഫ് സർക്കംഫറൻസ് ഓഫ് എർത്തിൻ്റെ സർക്കംഫറൻസ് കണ്ടുപിടിക്കാൻ ഉള്ള റിസൾട്ടുകൾ കൊണ്ടുവന്ന ആരാണ്, ഇറാറ്റോസ്തീനസ് ആയിരുന്നു. ദെൻ അടുത്തൊരു മാത്തമാറ്റീഷ്യനാണ് ഹിപ്പാർക്കസ്. ഹി ബിഗൻ ദ സ്റ്റഡി ഓഫ് ട്രിഗ്നോമെട്രി ആൻഡ് എംഫസൈസ് ദി യൂസ് ഓഫ് സിമിലർ ട്രയാങ്കിൾസ് ഇൻ ട്രിഗ്നോമെട്രി. അതായത് ട്രിഗ്നോമെട്രി എന്നൊരു ബ്രാഞ്ച് ഇൻട്രൊഡ്യൂസ് ചെയ്ത അദ്ദേഹമായിരുന്നു. അതുപോലെ തന്നെ സിമിലർ ട്രയാങ്കിൾസ് യൂസ് ചെയ്തിട്ട് ട്രിഗ്നോമെട്രി സ്റ്റഡി ചെയ്യാനുള്ള ഐഡിയ കൊണ്ടുവന്നു അദ്ദേഹമായിരുന്നു. ഡിസ്കവർ ദി സൺസ് ആനുവൽ ഓർബിറ്റ് ഈസ് എക്സെൻട്രിക്. അതായത് സണ്ണിൻ്റെ ഓർബിറ്റ് എന്ന് പറയുന്നത് എക്സെൻട്രിക് ആണ് കണ്ടുപിടിച്ചത് അദ്ദേഹമായിരുന്നു. അടുത്ത മാത്തമാറ്റീഷ്യനാണ് ടോൾമി. കോൺട്രിബ്യൂഷൻസ് ടു ട്രിഗ്നോമെട്രി ആൻഡ് അസ്ട്രോണമി. അദ്ദേഹം ട്രിഗ്നോമെട്രിയിലോട്ടും അസ്ട്രോണമിയിലേക്കും ഒരുപോലെ കോൺട്രിബ്യൂഷൻ നൽകിയ വ്യക്തിയായിരുന്നു. ഇൻട്രൊഡ്യൂസ് ദ ഐഡിയ ദാറ്റ് എർത്ത് ആസ് ദി സെൻറ്റർ ഓഫ് യൂണിവേഴ്സ്. അതായത് അദ്ദേഹം കണ്ടുപിടിച്ചത് എർത്താണ് യൂണിവേഴ്സിൻ്റെ സെൻറ്റർ എന്നാണ്. അത് പിന്നീട് മാറ്റങ്ങൾ വന്നിരുന്നുവെങ്കിലും അദ്ദേഹമാണ് ആദ്യം കണ്ടുപിടിച്ചത് എന്ത്, എർത്താണ് യൂണിവേഴ്സൽ സെൻറ്റർ എന്ന്. അതുപോലെ തന്നെ കൺസെപ്റ്റ് ഓഫ് എപ്പിസൈക്കിൾസ് കൊണ്ടുവന്ന ആര് തന്നെയാണ്, ടോൾമിയാണ്. അപ്പോൾ ഇവരാണ് ആ ഒരു ടൈമിലെ ഫേമസ് ആയിട്ടുള്ള മാത്തമാറ്റീഷ്യൻസും അവരുടെ കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത്. അടുത്ത പീരീഡാണ് മിഡിൽ ഏജ്. എ പീരീഡ് ഓഫ് സ്റ്റാഗ്നേഷൻ ഇൻ ഡെവലപ്മെൻറ്റ് ഓഫ് മാത്തമാറ്റിക്സ് ബട്ട് റിമാർക്കബിൾ കോൺട്രിബ്യൂഷൻസ് മെയ്ഡ് ബൈ ദി ഹിന്ദുസ് ആൻഡ് അറബ്സ്. ഈ ഒരു പീരീഡ് ഒരു സ്റ്റാഗ്നേഷൻ പീരീഡ് ആയിരുന്നുവെങ്കിൽ കൂടി ഹിന്ദുസും അറബ്സും മാത്തമാറ്റിക്സിലേക്ക് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ചെയ്തൊരു ടൈമായിരുന്നത്. അപ്പോൾ ഹിന്ദുസിൻ്റെയും അറബ്സിൻ്റെയും കോൺട്രിബ്യൂഷൻസ് ആണ് ഇവിടെ പറയുന്നത്. ഇൻ അരിത്മെറ്റിക് കൺസെപ്റ്റ് ഓഫ് സീറോ, നെഗറ്റീവ് നമ്പേഴ്സ് ആൻഡ് ഡെസിമൽ പ്ലേസ് നൊട്ടേഷൻ. ഹിന്ദുസ് മെയിനായിട്ടും കൺസെപ്റ്റ് ഓഫ് സീറോ, അതുപോലെ തന്നെ നെഗറ്റീവ് നമ്പേഴ്സ്, പ്ലേസ് വാല്യൂസ് ഒക്കെ കൊണ്ടുവന്ന ആരായിരുന്നു, ഹിന്ദുസ് ആയിരുന്നു. അതുപോലെ തന്നെ അന്നത്തെ ഫേമസ് ആയിട്ടുള്ള മാത്തമാറ്റീഷ്യൻസ് ആയിരുന്നു ആര്യഭട്ട, ഭാസ്കരാചാര്യ, ബ്രഹ്മഗുപ്ത എന്നിവർ. ഇനി കോൺട്രിബ്യൂഷൻ ഓഫ് അറബ്സ് നോക്കുവാണെങ്കിൽ മെയിനായിട്ടും അവരുടെ കോൺട്രിബ്യൂഷൻ ട്രിഗണോമെട്രിയിലായിരുന്നു. ഫെമിലിയർ വിത്ത് ജോമെട്രിക് സൊല്യൂഷൻ ഓഫ് ക്വാഡ്രാറ്റിക് ആൻഡ് ക്യൂബിക് ഇക്വേഷൻ. അത് ക്വാഡ്രാറ്റിക് ഇക്വേഷനും ക്യൂബിക് ഇക്വേഷനും സൊല്യൂഷൻസ് ഫെമിലിയർ ആയത് ഈ ഒരു ടൈമിലാണ്. അതുപോലെ തന്നെ അന്നത്തെ ഫേമസ് ആയിട്ടുള്ള വർക്കായിരുന്നു യൂക്ലിഡ്സിൻ്റെ എലമെൻറ്റ്സും അതുപോലെ തന്നെ ടോൾമിയുടെ അൽമഗസ്റ്റും. അത് അറബിയിലേക്ക് ഇവർ ട്രാൻസ്ലേറ്റ് ചെയ്തു. മോസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് മാത്തമാറ്റീഷ്യൻ ഓഫ് ദിസ് ഏജ് എന്ന് പറയുന്നത് ലിയനാർഡോ ഫെമിനോക്കി ആയിരുന്നു. ഹി ട്രാൻസ്ലേറ്റഡ് എലമെൻറ്റ്സ് ആൻഡ് അൽമഗസ്റ്റ് ഫ്രം അറബിക് ടു ലാറ്റിൻ. അതായത് അറബ്സ് അതിനെ അറബിക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ലിയനാർഡോ ഫെമിനോക്കിയാണ് അതിനെ ലാറ്റിനിലോട്ട് ഈ ഒരു രണ്ട് വർക്കിനെ
ലാറ്റിനിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് അദ്ദേഹം പബ്ലിഷ് ചെയ്ത 2 ബുക്സാണ് ലിബർ അബാക്കി ആൻഡ് പ്രാക്ടിക്ക ജോമെട്രിക്ക എന്ന് പറയുന്നത്. അടുത്ത പീരീഡാണ് റിനൈസൻസ് പീരീഡ്. ഓൾജിബ്ര ആൻഡ് ട്രിഗണോമെട്രി ഗോട്ട് അറ്റൻഷൻ. ഈ ഒരു പീരീഡിലാണ് ഓൾജിബ്രയും ട്രിഗണോമെട്രിയും കൂടുതൽ അറ്റൻഷൻ കിട്ടിയ ഒരു പീരീഡ് എന്ന് പറയുന്നത്. ജോഹന്നസ് മുല്ലർ മെയ്ഡ് ട്രിഗണോമെട്രി എ സബ്ജക്ട് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ആസ്ട്രോണമി. അതുവരെ ട്രിഗണോമെട്രിയും ആസ്ട്രോണമിയും ഒന്നിച്ചു പോയിരുന്നൊരു ടൈമായിരുന്നു. ജോഹന്നസ് മുല്ലറാണ് ട്രിഗണോമെട്രീനെ ആസ്ട്രോണമിയിൽ നിന്നും ഇൻഡിപെൻഡൻ്റ് ആക്കി സെപ്പറേറ്റ് ബ്രാഞ്ച് ആക്കി, അല്ലെങ്കിൽ സെപ്പറേറ്റ് ഒരു ഫീൽഡാക്കി മാറ്റിയത് ജോഹന്നസ് മുല്ലറായിരുന്നു. Copernicus dealt with the trigonometry and astronomy. He claimed that sun and planets do not revolve around Earth, but the Earth and other planets revolve around sun. അതായത് അതുവരെ വിശ്വസിച്ചിരുന്നത് സണ്ണും ബാക്കിയുള്ള പ്ലാനറ്റ്സും എർത്തിന് ചുറ്റുമാണ് റിവോൾവ് ചെയ്തുകൊണ്ടിരുന്നതാണ് അതുവരെ വിചാരിച്ചിരുന്നത്. പക്ഷേ കോപ്പർനിക്കസ് ആണ് പറഞ്ഞത് സണ്ണും പ്ലാനറ്റുമല്ല എർത്തിന് ചുറ്റും കറങ്ങുന്നത്, മറിച്ച് എന്താണ് എർത്തും ബാക്കിയുള്ള പ്ലാനറ്റ്സുമാണ് സണ്ണിന് ചുറ്റും കറങ്ങുന്നത് എന്നുള്ള കണ്ടുപിടുത്തം. ആ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾ കൊണ്ടുവന്നത് കോപ്പർനിക്കസ് ആയിരുന്നു. ജോൺ നാപ്പിയർ മെയ്ഡ് സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻ. അതുപോലെ തന്നെ ആ ഒരു ടൈമിൽ ഫേമസ് ആയിട്ടുള്ള ഒരു മാത്തമാറ്റീഷ്യനായിരുന്നു ജോൺ നാപ്പിയർ എന്ന് പറയുന്നത്. ഇനി 17th സെഞ്ച്വറിയിലോട്ട് വരാണെങ്കിൽ തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞു ജോൺ നാപ്പിയർ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് മെയിനായിട്ട് 17th സെഞ്ച്വറിയിലാണ് വരേണ്ടത്. അദ്ദേഹമാണ് ഓൾജിബ്രിക് കൺസെപ്റ്റ് ഓഫ് ലോഗരിതംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ലോഗ് ഫംഗ്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ജോൺ നാപ്പിയർ ആയിരുന്നു. ഇൻവെൻറ്റഡ് എ മെക്കാനിക്കൽ കമ്പ്യൂട്ടർ ദാറ്റ് യൂസ്ഡ് റോഡ്സ് ഫോർ മാത്തമാറ്റിക്കൽ കമ്പ്യൂട്ടേഷൻസ്. അതായത് മാത്തമാറ്റിക്കൽ കമ്പ്യൂട്ടേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മെക്കാനിക്കൽ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് ജോൺ നാപ്പിയർ തന്നെയായിരുന്നു. അതുപോലെ ആ ഒരു ടൈമിൽ വേറൊരു മാത്തമാറ്റീഷ്യനാണ് ഗലീലിയോ ഗലീലി. ഹി ഫൗണ്ടർ ഓഫ് ഡൈനാമിക്സ്. അദ്ദേഹത്തിനെ ഫൗണ്ടർ ഓഫ് ഡൈനാമിക്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞു ജോഹന്നസ് കെപ്ലർ പ്രപ്പോണ്ടഡ് ദി 3 laws ഓഫ് പ്ലാനറ്ററി മോഷൻ. പ്ലാനറ്ററി മോഷൻ്റെ 3 laws കണ്ടുപിടിച്ചത് ജോഹന്നസ് കെപ്ലറാണ്. അടുത്തൊരു മാത്തമാറ്റീഷ്യനാണ് ഫെർമാറ്റ്. ഹി ഫൗണ്ടഡ് ദി ബ്രാഞ്ച് ഓഫ് നമ്പർ തിയറി. നമ്പർ തിയറി എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് കണ്ടുപിടിച്ചതാരായിരുന്നു? ഫെർമാറ്റ് ആയിരുന്നു. ജോൺ ഗ്രൗണ്ട് ആണ് ഫീൽഡ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. അതായത് ഡാറ്റ, അതുപോലെ ഡാറ്റയുടെ ക്ലാസിഫിക്കേഷൻ, അതിലുള്ള ഓപ്പറേഷൻസൊക്കെ നമ്മൾ മാത്തമാറ്റിക്സ് ഒരു സബ്ജക്റ്റിൻ്റെ കൂടെ തന്നെയായിരുന്നു അതുവരെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിന് സെപ്പറേറ്റ് ബ്രാഞ്ചായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ളൊരു ബ്രാഞ്ചാക്കി മാറ്റിയത് ആരായിരുന്നു? ജോൺ ഗ്രൗണ്ട് ആയിരുന്നു. അതുപോലെ തന്നെ ബ്ലേസ് പാസ്കലാണ് മെക്കാനിക്കൽ ആഡിങ് മെഷീൻ വിച്ച് കണ്ടെയ്ൻഡ് കോഗ് വീൽസ് ഉള്ള മെക്കാനിക്കൽ ആഡിങ് മെഷീൻ കണ്ടുപിടിച്ചത് ആരായിരുന്നു? ബ്ലേസ് പാസ്കൽ ആയിരുന്നു. അതാണ് 17th സെഞ്ച്വറിയിലുണ്ടായിരുന്ന ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി 18th സെഞ്ച്വറിയിലോട്ട് വരാണെങ്കിൽ മാത്തമാറ്റീഷ്യൻസ് വർ ലെസ് സീക്രട്ടീവ് ദാൻ ഏർലിയർ മാത്തമാറ്റീഷ്യൻസ്. അതായത് മുൻ കാലഘട്ടങ്ങളിൽ മാത്തമാറ്റീഷ്യൻസ് തൻ്റെ വർക്കുകൾ അല്ലെങ്കിൽ അവരുടെ റിസൾട്ടുകളൊക്കെ പബ്ലിഷ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് ഡിഫിക്കൽട്ടി അനുഭവിച്ച ഒരു ടൈമായിരുന്നു മുൻപത്തേത്. പക്ഷേ ഈ ഒരു സമയമാകുമ്പോൾ കുറച്ച് പബ്ലിക് ആക്കുവാൻ അവരുടെ വർക്കുകളായാലും അവരുടെ റിസൾട്ടുകളായാലും പബ്ലിഷ് ചെയ്യാനും പബ്ലിക് ആക്കാനും ബുദ്ധിമുട്ട് കുറഞ്ഞൊരു ടൈമായിരുന്നു. കാൽക്കുലസ് ഫർദർ ഡെവലപ്ഡ് ആൻഡ് ഫൈൻ. കാൽക്കുലസ് എന്നുള്ള ബ്രാഞ്ച് കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഒരു 18th സെഞ്ച്വറിയിലാണ്. ആ ഒരു ടൈമിൽ ഫേമസ് ആയിട്ടുള്ളൊരു മാത്തമാറ്റീഷ്യനാണ് ലിയനാർഡോ ഓയിലർ എന്ന് പറയുന്നത്. ദ മോസ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് മാത്തമാറ്റീഷ്യൻസ് ഓഫ് ദ ടൈം കോൺട്രിബ്യൂട്ടഡ് ടു ഓൾ ബ്രാഞ്ചസ് ഓഫ് മാത്തമാറ്റിക്സ് നോൺ അറ്റ് ദാറ്റ് ടൈം. അതായത് ഏകദേശം എല്ലാ ബ്രാഞ്ചസിലും അദ്ദേഹം കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇവോൾവ് നെറ്റ്വർക്ക് തിയറി, ലൂയിസ് ലാഗ്രാഞ്ചി, സൈമൺ ലൈപ്ലേസ്, ജെയിംസ് ബെർണോളി, ജോൺ ബെർണോളി, അബ്രഹാം ഡി മോവൽ ഡെവലപ്ഡ് എക്സിസ്റ്റിംഗ് ബ്രാഞ്ചസ് ഓഫ് മാത്തമാറ്റിക്സ്. അതായത് അതുവരെ ഉണ്ടായിരുന്ന മാത്തമാറ്റിക്സിലുണ്ടായിരുന്ന ബ്രാഞ്ചസിൽ കൂടുതൽ കോൺട്രിബ്യൂഷൻസ് കൊടുത്ത് അതുവരെ ഉണ്ടായിരുന്ന ഐഡിയാസിനും കൂടുതൽ എൻഹാൻസ് ചെയ്ത മാത്തമാറ്റിക്സ് ആണ് ഈ പറഞ്ഞത്. ഡെവലപ്ഡ് ന്യൂ ബ്രാഞ്ചസ് ലൈക്ക് ഇൻഫിനിറ്റ് സീരീസ്, ഡിഫറൻഷ്യൽ ജോമെട്രി, കാൽക്കുലസ് ഓഫ് വേരിയേഷൻ ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് ജോമെട്രി. അതായത് പുതിയ ഏരിയാസ്, കുറച്ചും കൂടി ഫണ്ടമെൻ്റൽ ബ്രാഞ്ചസ് അല്ലാതെ കുറച്ചും കൂടി മാത്തമാറ്റിക്സ് കുറച്ച് പുതിയ ഏരിയാസ് കൊണ്ടുവന്നത് ഈ ഒരു പീരീഡിലാണ്. ഡെവലപ്ഡ് ഏതൊക്കെയാണ്? ഇൻഫൈനൈറ്റ് സീരീസ്, ഡിഫറൻഷ്യൽ ജോമെട്രി, കാൽക്കുലസ് ഓഫ് വേരിയേഷൻ ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് ജോമെട്രി. അതൊക്കെ ഇവോൾവ് ചെയ്യുന്നത് ഈ ഒരു 18th സെഞ്ച്വറിയിലായിരുന്നു. ഇനി 19th സെഞ്ച്വറിയിലോട്ട് വരാണെങ്കിൽ 19th സെഞ്ച്വറി എന്ന് പറയുന്നത് ദ ഗോൾഡൻ എറ ഓഫ് മോഡേൺ മാത്തമാറ്റിക്സ് എന്നാണ്. കാരണം ഒരുപാട് അഡ്വാൻസ്മെൻറ്റ്സ് മാത്തമാറ്റിക്സിലും സയൻസിലും ഉണ്ടായൊരു പീരീഡാണ് ഇന്ന് 19th സെഞ്ച്വറി എന്ന് പറയുന്നത്. ഫർദർ ഡെവലപ്മെൻറ്റ് ആൻഡ് റിഫൈൻമെൻറ്റ് ഓഫ് എക്സിസ്റ്റിംഗ് ബ്രാഞ്ച്. അതായത് നേരത്തെ പറഞ്ഞ ആ ഒരു ടൈമിൽ മുൻ പീരീഡിൽ ഒറിജിനേറ്റ് ചെയ്ത ബ്രാഞ്ചസിൽ കൂടുതൽ ഡെവലപ്മെൻറ്റ് വന്നൊരു ടൈമാണ് ഇന്ന് 19th സെഞ്ച്വറി എന്ന് പറയുന്നത്. ക്രിയേഷൻ ഓഫ് ന്യൂ ബ്രാഞ്ചസ് ലൈക്ക് സെറ്റ് തിയറി ആൻഡ് അബ്സ്ട്രാക്റ്റ് ആൾജിബ്ര.
അതുപോലെ തന്നെ അന്ന് വന്ന് ആ ഒരു ടൈമിൽ വന്ന പുതിയ ബ്രാഞ്ചസാണ് സെറ്റ് തിയറി, അതുപോലെ തന്നെ അബ്സ്ട്രാക്ട് ഓൾജിബ്ര എന്ന് പറയുന്നത്. ദീസ് പേവ്ഡ് വേ ഫോർ ഓൾ ഡെവലപ്മെൻറ്റ്സ് ഓഫ് മോഡേൺ മാത്തമാറ്റിക്സ്. ഇതൊക്കെയാണ് മോഡേൺ മാത്തമാറ്റിക്സിന് ബേസായിട്ട് വന്നത്. ന്യൂ എംഫസിസ് ഓൺ അബ്സ്ട്രാക്ട് ഓർ പ്യുവർ മാത്തമാറ്റിക്സ്, അതായത് പ്യുവർ മാത്തമാറ്റിക്സിൽ കുറച്ചും കൂടി എംഫസൈസ് വന്ന ടൈമാണിത്. ഇൻവെൻഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ഗേവ് വേ ടു കമ്പ്യൂട്ടേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സ് എ ന്യൂ ഡയമെൻഷൻ. അതായത് ഇലക്ട്രിസിറ്റി വന്നതോടുകൂടി കമ്പ്യൂട്ടേഴ്സിൻ്റെ കണ്ടുപിടുത്തം, അങ്ങനെ കുറച്ചും കൂടി കാൽക്കുലേഷൻസ് ഒക്കെ ഈസി ആക്കാൻ ഇത് സഹായിച്ചു. ഈ ഒരു പീരീഡിൽ കണ്ടുപിടുത്തങ്ങളെ ഹെൽപ്പ് ചെയ്തു. മാത്തമാറ്റീഷ്യൻസ് ഓഫ് ദിസ് പീരീഡ് എസ്റ്റാബ്ലിഷ്ഡ് ദാറ്റ് മാത്തമാറ്റിക്സ് ഇസ് ദി സയൻസ് ഓഫ് ലോജിക്കൽ സ്ട്രക്ചർ. ഈ ഒരു പീരീഡിലാണ് മാത്തമാറ്റിക്സിനെ ലോജിക്കൽ സ്ട്രക്ചേഴ്സിൻ്റെ സയൻസായിട്ട് കൺസിഡർ ചെയ്ത് തുടങ്ങിയത്. ഇനി ചാൾസ് ബാബേജ് അറ്റംപ്റ്റഡ് ടു കൺസ്ട്രക്ട് എ കാൽക്കുലേറ്റിംഗ് മെഷീൻ. അദ്ദേഹം കാൽക്കുലേറ്റിംഗ് മാത്തമാറ്റിക്സിലെ ഓപ്പറേഷൻസ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് കാൽക്കുലേറ്റിംഗ് മെഷീൻ കൺസ്ട്രക്ട് ചെയ്തത് ചാൾസ് ബാബേജ് ആയിരുന്നു. അതുപോലെ തന്നെ ഹെർമൻ ഹൾറിത്താണ് ഡിവൈസ്ഡ് എ വേ ഓഫ് റെക്കോർഡിംഗ് സെൻസേഴ്സ് ഡാറ്റ ഓൺ പഞ്ച്ഡ് കാർഡ്സ്. അതായത് ഡാറ്റയെ, നമ്മുടെ കയ്യിലെ ഇൻഫോർമേഷനെ പഞ്ച്ഡ് കാർഡ്സിൽ റെക്കോർഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത് ആരാണ്? ഹെർമൻ ഹോൾറിത്താണ്. അതുപോലെ തന്നെ 1896 സ്റ്റാർട്ടഡ് ടാബ്ലേറ്റിംഗ് മെഷീൻ കമ്പനി. അതായത് ടാബ്ലേറ്റിംഗ് മെഷീൻ കമ്പനി സ്റ്റാർട്ട് ചെയ്തത് 1896 ആ ഒരു ടൈമിലെ ഫേമസ് ആയിട്ടുള്ളൊരു മാത്തമാറ്റീഷ്യനാണ് എവാസ്റ്റിൽ ഗാൽവ എന്ന് പറയുന്നത്. ഹി ഇൻട്രൊഡ്യൂസ് ദ കൺസെപ്റ്റ് ഓഫ് ഗ്രൂപ്പ്സ് ഇൻ ഹയർ ഓൾജിബ്ര. ഓൾജിബ്രയിലെ ഗ്രൂപ്പ് തിയറിയിലെ ഗ്രൂപ്പ് എന്നൊരു കൺസെപ്റ്റ് കൊണ്ടുവന്ന ആരാണ്? ഗാൽവയാണ്. ജോർജ് കാൻഡഡ് ഈ റാപ്പിഡ് ഗ്രോത്ത് ഓഫ് ടോപ്പോളജി ബൈ ക്രിയേഷൻ ഓഫ് സെറ്റ് തിയറി. ഇത് സെറ്റ് തിയറിയുടെ ക്രിയേഷനോടുകൂടി ടോപ്പോളജിയിലൊരു റാപ്പിഡ് ഗ്രോത്ത് കൊണ്ടുവന്നത് ജോർജ് കാൻഡർ ആയിരുന്നു. അതുപോലെ ജോർജ് ബോളിയാണ് ബോളിയൻ ഓൾജിബ്ര ഫൗണ്ട് ചെയ്തത്. ഹി ഡെവലപ്ഡ് എ സിസ്റ്റം ഓഫ് സിംബോളിക് ലോജിക്, പബ്ലിഷ്ഡ് എ ബുക്ക് ഓൺ ഓൾജിബ്ര ഓഫ് ലോജിക്. മറ്റൊരു മാത്തമാറ്റീഷ്യനാണ് കാൾ ഫ്രെഡറിക് ഗോസ് എന്ന് പറയുന്നത്. ഗോസ് കൺസ്ട്രക്റ്റഡ് എ സിസ്റ്റം ഓഫ് ജോമെട്രി ഡിഫറെൻറ്റ് ഫ്രം യൂക്ലിഡ്, ദാറ്റ് ഇറ്റ് ഈസ് പോസിബിൾ ടു ഹാവ് 2 or more valid mathematical systems which contradict each other. അതായത് യൂക്ലിഡ് കൺസ്ട്രക്ട് ചെയ്ത ജോമെട്രിയിൽ വ്യത്യസ്തമായിട്ടൊരു സിസ്റ്റം ഓഫ് ജോമെട്രി കൺസ്ട്രക്ട് ചെയ്ത ഗോസ് ആയിരുന്നു. അദ്ദേഹം പ്രൂവ് ചെയ്തതാണ് ഇറ്റ് ഇസ് പോസിബിൾ ടു ഹാവ് 2 or more valid mathematical systems which contradict each other. Several other mathematicians came up with geometry different from Euclid. യൂക്ലിഡ് അല്ലാണ്ട് വേറെ ഒരുപാട് മാത്തമാറ്റീഷ്യൻസും ഈ ഒരു പീരീഡിൽ അവരുടെ കോൺട്രിബ്യൂഷൻസ് കൊടുത്തിരുന്നു. ലാസ്റ്റ് പീരീഡാണ് 20th century. അബ്സ്ട്രാക്ട് ഓൾജിബ്ര, കാൽക്കുലസ് ആൻഡ് ടോപ്പോളജി മെച്ചുവേർഡ്. മുൻപ് ഫോം ചെയ്ത അബ്സ്ട്രാക്ട് ഓൾജിബ്ര, അതുപോലെ തന്നെ കാൽക്കുലസ്, ടോപ്പോളജി തമ്മിലുള്ള ബ്രാഞ്ചസ് കൂടുതൽ മെച്ചുവേർഡ് ആയത് ഈ ഒരു പീരീഡിലാണ്. ദ ഫസ്റ്റ് ടോട്ടലി ഓട്ടോമാറ്റിക്കൽ ഇലക്ട്രോ മെക്കാനിക്കൽ കമ്പ്യൂട്ടർ പ്രസൻറ്റ്. ഈ ഒരു പീരീഡിലാണ് ആദ്യത്തെ ഇലക്ട്രോ മെക്കാനിക്കൽ കമ്പ്യൂട്ടർ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ തിയറി ഓഫ് റിലേറ്റിവിറ്റി ബൈ ആൽബർട്ട് ഐൻസ്റ്റീൻ തിയറി ഓഫ് റിലേറ്റിവിറ്റി പബ്ലിഷ് ചെയ്യുന്നത് ഈ ഒരു പീരീഡിലാണ്. അതുപോലെ തന്നെ ന്യൂ ഏരിയാസ് ഓഫ് മാത്തമാറ്റിക്സ് ലൈക്ക് കമ്പ്യൂട്ടബിലിറ്റി തിയറി, കോംപ്ലക്സിറ്റി തിയറി, റിക്കേഴ്സീവ് ഫംഗ്ഷൻ തിയറി, ഓപ്പറേഷൻ റിസർച്ച്, ലീനിയർ പ്രോഗ്രാമിംഗ് ആൻഡ് ഗെയിം തിയറി ഡെവലപ്ഡ്. അതായത് പുതിയ ബ്രാഞ്ചസുകൾ 20th century ഫോം ചെയ്തു. ഇൻക്രീസ് ഇൻ ഇമ്പോർട്ടൻസ് ഓഫ് ഡിസ്ക്രീറ്റ് കോൺസെപ്റ്റ്സ് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് കോമ്പിനറ്റോറിക്സ് ഇൻക്ലൂഡിങ് ഗ്രാഫ് തിയറി. അത് ഗ്രാഫ് തിയറി അതുപോലെ തന്നെ കോമ്പിനറ്റോറിക്സൊക്കെ ഇവോൾവ് ചെയ്യുന്നത് ഈ ഒരു ടൈമിലാണ്. രാമാനുജനായിരുന്നു ഈ ഒരു സമയത്ത് ഫേമസ് ആയിട്ടുള്ള മാത്തമാറ്റീഷ്യൻ. അദ്ദേഹം ഒരു ഇന്ത്യൻ മാത്തമാറ്റീഷ്യനായിരുന്നു. ഹി മെയ്ഡ് ഇൻവെസ്റ്റിഗേഷൻ ഇൻ ഏരിയാസ് ഓഫ് ഗാമ ഫംഗ്ഷൻ, മോഡുലാർ ഫോംസ്, ഡൈവേർജൻറ്റ് സീരീസ്, ഹൈപ്പർ ജോമെട്രിക് സീരീസ് ആൻഡ് പ്രൈം നമ്പർ തിയറി. അദ്ദേഹം വർക്ക് ചെയ്ത ഫേമസ് ആയിട്ടുള്ള ഒരു ഏരിയാസാണ് ഈ പറഞ്ഞത്. ഇത്രയുമാണ് 20th century ഉണ്ടായിരുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം ഒരു ലോങ് ജേർണിയിൽ കൂടെ പാസ് ചെയ്തിട്ടാണ് നമ്മൾ കാണുന്ന രീതിയിൽ മാത്തമാറ്റിക്സ് സബ്ജക്റ്റ് എത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മാത്തമാറ്റിക്സ് സബ്ജക്റ്റിൻ്റെ ഹിസ്റ്ററി നമുക്ക് പറയാനുള്ളത്. നമുക്ക് ഇൻ ഷോർട്ട് നമുക്ക് അതിൻ്റെ ഹിസ്റ്ററി ഓഫ് മാത്തമാറ്റിക്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ എന്തൊക്കെയാണ്? അണ്ടർസ്റ്റാൻഡിങ് കോൺസെപ്റ്റ്സ്. അതായത് നമ്മൾ പറഞ്ഞു ഓരോരോ ഐഡിയാസൊക്കെ ഫോം ചെയ്തത് എങ്ങനെയാണെന്നും അത് എങ്ങനെയാണ് റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്തിരിക്കണമെന്നും നമുക്ക് മനസ്സിലാക്കാൻ ഹിസ്റ്ററി ഓഫ് മാത്തമാറ്റിക്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യണം. പിന്നെ പറയുന്നത് അപ്രിഷിയേറ്റിംഗ് കൾച്ചറൽ കോൺട്രിബ്യൂഷൻസ്. നമ്മൾ പറഞ്ഞു ഓരോ പീരീഡിലായിട്ട് ഓരോ വേൾഡിൻ്റെ ഓരോ പാർട്ടിലായിട്ടാണ് മാത്തമാറ്റിക്സ് സബ്ജക്റ്റ് ഫോം ചെയ്ത് വന്നതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഓരോ കൾച്ചറും എങ്ങനെയാണ് മാത്തമാറ്റിക്സിലോട്ട് കോൺട്രിബ്യൂഷൻസ് നൽകിയതെന്ന് ഹിസ്റ്ററി പഠിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ലേണിംഗ് ഫ്രം പ്രോബ്ലം സോൾവിങ്. അതായത് നമ്മൾ പറഞ്ഞു ഡെയിലി ലൈഫിൽ അവർ ഫേസ് ചെയ്യുന്ന ഓരോ ചാലഞ്ചസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഓരോരോ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ചത്.
ഓക്കെ. അപ്പോൾ ആ ഒരു പ്രോബ്ലംസ് അല്ലെങ്കിൽ അവർ ഫേസ് ചെയ്ത ചലഞ്ചസ് എന്തൊക്കെയായിരുന്നു, അവരെങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത്, എങ്ങനെയാണ് പുതിയ ഐഡിയാസ് വന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കണക്റ്റിംഗ് ടു എവരിഡേ ലൈഫ്, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. എന്താണ് ഡെയിലി ലൈഫുമായി കണക്ട് ചെയ്തിട്ടാണ് പല ആശയങ്ങളും മുന്നോട്ട് വന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്ന മാത്തമാറ്റിക്സ്, നമ്മൾ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ എവരിഡേ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാൻ ഹിസ്റ്ററി ഓഫ് മാത്തമാറ്റിക്സ് ഹെൽപ്പ് ചെയ്യുന്നു. എൻഹാൻസിങ് ക്രിട്ടിക്കൽ തിങ്കിങ്, ക്ലിയർ ആണ്. നമ്മൾ ക്രിട്ടിക്കൽ തിങ്കിങ് എൻഹാൻസ് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യും. ഹിസ്റ്ററി ഓഫ് മാത്തമാറ്റിക്സ് ഹെൽപ്പ് ചെയ്യും. മേക്കിംഗ് ലേണിംഗ് ഫൺ, അല്ലേ, കുറച്ചും കൂടി ഫണ്ണായിട്ട് മാത്തമാറ്റിക്സ് സബ്ജക്റ്റിനെ ട്രീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ കാണുമ്പോൾ നമുക്ക് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയുമാണ് മാത്തമാറ്റിക്സ് സബ്ജക്റ്റിൻ്റെ ഹിസ്റ്ററി നമുക്ക് പറയാനുള്ളത്. നമുക്ക് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ദ ഹിസ്റ്ററി ഓഫ് മാത്തമാറ്റിക്സ് ഷോസ് ഹൗ പീപ്പിൾ ഹാവ് ഓൾവേസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ വേൾഡ്, അല്ലേ. അതായത് ഈ വേൾഡിൽ ഉണ്ടായിരുന്ന ഓരോ കാര്യങ്ങളും ഒബ്സർവ് ചെയ്ത് അത് നോട്ട് ചെയ്ത് വന്നപ്പോഴാണ് ഓരോരോ പുതിയ ആശയങ്ങൾ വന്നും അതിൽ നിന്ന് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് വഴിതെളിച്ചത്. അപ്പോൾ മനുഷ്യൻ എപ്പോഴും അവന് ചുറ്റുമുള്ള ലോകത്തെ മനസ്സിലാക്കാൻ അതിനെ ഒബ്സർവ് ചെയ്യാൻ ട്രൈ ചെയ്തിരുന്നു. മാത്സ് ഈസ് ഇമ്പോർട്ടൻറ്റ് നോട്ട് ഓൺലി ഫോർ ലേണിംഗ് ദി സബ്ജക്ട് ബട്ട് ഓൾസോ ഫോർ അണ്ടർസ്റ്റാൻഡിങ് അതർ ഏരിയാസ് ഓഫ് നോളജ്. അതായത് മാത്സിൻ്റെ സബ്ജക്റ്റ് അതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, മറ്റുള്ള ഫീൽഡായിട്ടും അല്ലെങ്കിൽ മറ്റുള്ള ഏരിയാസായിട്ടും അത് കണക്റ്റഡാണ്. ബാക്കിയുള്ള ഏരിയാസുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നത് കൊണ്ട് തന്നെ ആ ഏരിയാസിനെ കുറിച്ചുള്ള നോളജ് കിട്ടുവാനും എന്ത് ഹെൽപ്പ് ചെയ്യും? മാത്സിൻ്റെ സ്റ്റഡി നമ്മൾ ഹെൽപ്പ് ചെയ്യും. ഈവൻ ദോ ദ മാത്സ് സിലബസ് ഈസ് ഹെവി, ഇറ്റ്സ് സ്റ്റിൽ ഇമ്പോർട്ടൻറ്റ് ടു ടീച്ച് ദ ഹിസ്റ്ററി ഓഫ് മാത്തമാറ്റിക്സ്. നമുക്കറിയാം ആ ഒരു മാത്സ് സിലബസ് ഹെവിയാണ് എങ്കിൽ കൂടി ഹിസ്റ്ററി പഠിക്കുന്നത് എന്താണ്, ആ ഒരു സബ്ജക്റ്റിനോട് ഇഷ്ടം കൂട്ടുവാനും അതിനുള്ള ക്യൂരിയോസിറ്റി കൂടാനൊക്കെ ഹെൽപ്പ് ചെയ്യും. The 8 periods we talked about show how math has changed and helped human progress. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത 8 പീരീഡും എങ്ങനെയാണ് ഹ്യൂമൻ ലൈഫിൻ്റെ പ്രോഗ്രസ്സിലേക്ക് നയിച്ചതെന്ന് നമ്മൾ കണ്ടു. മാത്ത് ബിൽഡ് ക്രിട്ടിക്കൽ തിങ്കിങ്, എൻകറേജ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ദി ഫൗണ്ടേഷൻ ഓഫ് അവർ ലൈഫ് നൗ ആൻഡ് ഇൻ ദി ഫ്യൂച്ചർ. അതായത് ഈ ഒരു സബ്ജക്റ്റ് ക്രിട്ടിക്കൽ തിങ്കിങ് അവരുടെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡൊക്കെ കൂട്ടാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് ഹിസ്റ്ററി ഓഫ് മാത്തമാറ്റിക്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.